16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്ന സിനിമയുടെ ചിത്രീകരണം നവംബറിൽ ആരംഭിക്കും. സിനിമ സംവിധാനം ചെയ്യുന്നത് മകേഷ് നാരായണനാണ്. 2008 ജോഷി സംവിധാനം ചെയ്ത 2020 എന്ന ചിത്രത്തിലാണ് ഇരുവരും അവസാനമായി ഒരുമിച്ച് അഭിനയിക്കുന്നത്. 80 കോടി ചെലവിൽ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലണ്ടൻ, ശ്രീലങ്ക, ഹൈദരാബാദ്, ഡൽഹി, കൊച്ചി എന്നിവിടങ്ങളിലായിരിക്കും. 1982 ഇരുവരും ആദ്യമായി പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത നവോദയയുടെ പടയോട്ടം എന്ന ചിത്രം റിലീസാവുന്നത്. ഈ ചിത്രത്തിൽ മോഹൻലാലിന്റെ അച്ഛനായിട്ടായിരുന്നു മമ്മൂട്ടി അഭിനയിച്ചത്. പിന്നാലെ IV ശശി സംവിധാനം ചെയ്ത അഹിംസ, സിന്ദൂരസന്ധ്യയ്ക്ക് മൗനം, ഇതാ ഇന്നു മുതൽ, അതിരാത്രം, അടിയൊഴുക്കുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ, അനുബന്ധം, കരിമ്പിൻ പൂവിനക്കരെ, കണ്ടു കണ്ടറിഞ്ഞു, കരിയില കാറ്റുപോലെ, ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്, അടിമകൾ ഉടമകൾ തുടങ്ങി 51ഓളം ചിത്രങ്ങളിൽ ഇരുവരും ഒരുമിച്ചെത്തി. അതിലേറെയും പ്രശസ്ത സംവിധായകനായ IV ശശി സംവിധാനം ചെയ്ത ചിത്രങ്ങളിലൂടെ തന്നെയായിരുന്നു. 1998 ഫാസിൽ സംവിധാനം ചെയ്ത ഹരികൃഷ്ണൻസ് എന്ന സിനിമ ഇരുവരുടെയും കൂട്ടുകെട്ടിൽ വൻ വിജയം നേടി. 2 താരങ്ങളുടെയും ആരാധകർക്ക് വേണ്ടി 2 രീതിയിൽ ഷൂട്ട് ചെയ്ത ക്ലൈമാക്സ് സീൻ വാർത്തകളിൽ ഇടനേടുകയും ചെയ്തു. 2000 ഷാജി കൈലാസ് സംവിധാനം ചെയ്ത നരസിംഹം എന്ന ചിത്രത്തിൽ നായകൻ മോഹൻലാലാണ്. പക്ഷേ നായകന്റെ അച്ഛനെ രക്ഷിക്കാനെത്തുന്ന വക്കീലായിട്ട് മമ്മൂട്ടി സിനിമയിൽ കസറി. പൂവള്ളി ഇന്ദുചൂടനെയും അഡ്വക്കേറ്റ് നന്ദഗോപാലൻ മാരാരെയും ഇന്നും പ്രേക്ഷകർ മറന്നിട്ടില്ല. 2013 പുറത്തിറങ്ങിയ മമ്മൂട്ടിയുടെ കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന ചിത്രത്തിൽ മോഹൻലാൽ അതിഥി താരമായി എത്തിയിരുന്നു. എഡിറ്ററായി സിനിമയിൽ പ്രവർത്തനം തുടങ്ങിയ മകേഷ് ടേക്ക് ഓഫ് എന്ന സിനിമയിലൂടെ സംവിധാന രംഗത്തേക്കും കടന്നു. പിന്നീട് മാലിക്, അറിയിപ്പ്, മനോരഥങ്ങളിലെ ഷെർലോക്ക് എന്നിവയും മകേഷ് സംവിധാനം ചെയ്ത ചിത്രങ്ങളായിരുന്നു. ന്യൂസ് ഡെസ്ക്, തിരുവനന്തപുരം. വാഗൺ സ്പൈസസ്, വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 7994007599 അല്ലെങ്കിൽ 9656417599.